ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചിക്കൻ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമുക്ക് കുറെ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ മെയിൻ സംശയം എന്താന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് ഒരു സ്മെല്ലും ഇല്ലാണ്ട് നമ്മൾ ഇതെങ്ങനെ നിഷ്പ്രയാസമായിട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആണ് അഗ്രി പോയിന്റിന്റെ ഈസി കമ്പോസ്റ്റർ. അപ്പൊ ഇതൊരു ബയോ കൾച്ചർ ആയതുകൊണ്ട് തന്നെ ഇതാണ് നമുക്ക് ഏറ്റവും കിട്ടാവുന്നതിലെ ഏറ്റവും നല്ലൊരു കൾച്ചർ. ഈ കൾച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്പോസ്റ്റിംഗ് പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഇടേണ്ടത് ഇനോക്കുലാണ്. ഇനോക്കുല ഇടുമ്പോഴത്തേക്കും നമുക്ക് കരിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കരിയിലയും ഇടാം. പക്ഷെ ഇടുമ്പോഴത്തേക്കും ആദ്യത്തെ പ്രാവശ്യം ഇടുമ്പോഴത്തേക്കും ഒരു 2 ഇഞ്ച് കനത്തിന് തന്നെ ഇനോക്കുല ഇടാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിന്റെ മേളിലാണ് നമ്മൾ വേസ്റ്റ് ഇടുന്നത്. വേസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഇത് അഴുകുമ്പോഴത്തേക്കും ഇതിൽ നിന്നുള്ള വെള്ളം ആദ്യം എത്തുന്നത് ഈ ബോട്ടം പോർഷനിലായിരിക്കും. അപ്പം ഈ അടിയിലത്തെ ഭാഗത്ത് ഇത്രയും ചകിരിച്ചോറ് ഇല്ലാന്ന് വെച്ചോളൂ. അപ്പം ഈ വെള്ളമൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഇടുമ്പോഴത്തേക്കും 2 ഇഞ്ച് കനത്തിൽ തന്നെ എപ്പോഴും ഇനോക്കുല ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ഇനോക്കുലം ആ വെള്ളത്തിനൊക്കെ വലിച്ചെടുത്ത് നമുക്ക് ഒരു ഡ്രൈ ആയിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അപ്പം ആദ്യം നമ്മൾ ഇനോക്കുല ഇട്ട് കൊടുത്തു. ഇതിന്റെ പുറത്തേക്കാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. വേസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോരോ ലെയർ ആയിട്ട് ഇടുക. വേസ്റ്റ് ഒരു ലെയർ ആദ്യം ചിക്കന്റെ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിന്റെ പുറത്തേക്ക് ഒരു ലെയർ ഇനോക്കുല ഇടുക. വീണ്ടും ഒരു ലെയർ ചിക്കന്റെ വേസ്റ്റ് ഇടുക. വീണ്ടും ഒരു ലെയർ ഇനോക്കുല ഇടുക. ഇപ്പൊ മുഴുവനായിട്ടുള്ള ചിക്കൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെയർ മുഴുവനായിട്ടുള്ള ചിക്കൻ ഇടുക. എന്നിട്ട് അതിന്റെ പുറത്തേക്ക് ഇനോക്കുല ഇടുക. കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് ഇനോക്കുല ഇടുന്നത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സ്മെല്ല് പുറത്തേക്ക് വരാണ്ടിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിപ്പോ മുഴുവനായിട്ടുള്ള ചിക്കൻ ആണ്. അപ്പം ഇത് നമ്മൾ ഈ ബിന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ലെയർ ഈ മുഴുവനായിട്ടുള്ള ചിക്കൻ ഇടുക. എന്നിട്ട് അതിന്റെ പുറമെ ഇനോക്കുല ഇടുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത്രയും സമയം കാണിച്ചു തന്നത് വീടുകളിലൊക്കെ നമ്മൾ ചെറിയ രീതിക്ക് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ബയോബിൻ ആണ്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പം വലിയ ഷോപ്പിലൊക്കെ ചിക്കൻ ഫാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മൾ 500 ലിറ്ററിന്റെ ബയോബിന്നും അവൈലബിൾ ആണ്, 1000 ലിറ്ററിന്റെ ബയോബിന്നും അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വേസ്റ്റിനനുസരിച്ച്, നമുക്ക് ഓരോ ദിവസം ഉണ്ടാകുന്ന വേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതേപോലെ ബയോബിന്നോ അല്ലെങ്കിൽ ഇതേപോലത്തെ വിൻഡ്രോ കമ്പോസ്റ്റിങ്ങോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. 500 ലിറ്ററിന്റെയും 1000 ലിറ്ററിന്റെയും ബയോബിന്നിലാണെന്നുണ്ടെങ്കിലും നമ്മൾ സെയിം രീതിക്കാണ് ഇതിലും ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഒരു 2 ഇഞ്ച് കനത്തിന് ഇനോക്കുല ഇട്ട് കൊടുക്കുക. മേളിൽ ഓരോരോ ലെയർ വേസ്റ്റ് ഇടുക. വീണ്ടും ഇനോക്കുല ഇടുക, വേസ്റ്റ് ഇടുക, ഇനോക്കുല ഇടുക. അപ്പം ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പം വിൻഡ്രോ കമ്പോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഷെഡ്, ഒരു റൂഫ് ഏരിയ, അതായത് മഴയും വെയിലും ഒന്നും കൊള്ളാത്ത രീതിക്കുള്ള ഒരു ഷെഡ് ഏരിയയും ഇതേപോലെ ഒരു കോൺക്രീറ്റ് ഫ്ലോറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വിൻഡ്രോ കമ്പോസ്റ്റിങ്ങും അതിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഈസി കമ്പോസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബയോബിന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ വിൻഡ്രോ കമ്പോസ്റ്റിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.